വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ടാറ്റ ഗ്രൂപ്പ് കപ്പൽ നിർമ്മാണശാലയ്ക്കായി നിക്ഷേപം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളി ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിലെ എന്നല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരമൊരു പദ്ധതി ആലോചിച്ചിട്ടില്ലെന്നാണ് ടാറ്റയിലെ മുതിർന്ന എക്സിക്യൂട്ടീവിനെ ഉദ്ധരിച്ച് എക്കണോമിക് ടൈംസിന്റെ infra.com റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ എന്തുറപ്പിലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞതെന്നതിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തേണ്ടി വരും. കേരളത്തിൽ വമ്പൻ നിക്ഷേപത്തിനൊരുങ്ങുന്നു എന്ന വാർത്തകളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിൽ 10,000 കോടിയുടെ നിക്ഷേപം നടത്തുന്നില്ല. കേരളത്തിൽ നിന്നല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ കപ്പൽ നിർമ്മാണശാല എന്നൊരു പദ്ധതി തങ്ങളുടെ മനസ്സിലില്ല എന്നതാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ വിശദീകരണം. ഒരു ദേശീയ മാധ്യമത്തിലൂടെ തന്നെയാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രതിനിധി ഇത് സംബന്ധിച്ച വിശദീകരണം നടത്തിയിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി VD സതീശനാണ് കേരളത്തിൽ വമ്പൻ നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നുവെന്നും 10,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനമുണ്ടായി എന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഈ നിർദ്ദേശത്തിന്മേൽ 1 മാസത്തിനുള്ളിൽ തന്നെ സർക്കാർ തീരുമാനമെടുക്കും, സ്ഥലം സംസ്ഥാന സർക്കാർ വിട്ടുകൊടുക്കുമെന്നടക്കമുള്ള ഈ പദ്ധതിയുടെ വിശദാംശങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ്റെ ആ പ്രതികരണം. ടാറ്റ ഈസ് റെഡി ടു ഇൻവെസ്റ്റ് ഓൺ ഷിപ്പ് ബിൽഡിംഗ്. We are going to provide the land to the Tata Group for investing for 10,000 crores investment for shipbuilding. Many other companies are coming. Many other companies, the vessels, cruise vessels, river cruise. And the Tata one, what does it involve? The Tata proposal? Tata's proposal, it is 10,000 crores proposal. Yeah. We are discussing on that. It will be finished within 1 month. മുഖ്യമന്ത്രിയുടെ ഈ വാദങ്ങളെ ടാറ്റ ഗ്രൂപ്പ് പൂർണ്ണമായും തള്ളിയതിനെ തുടർന്ന് ഇനി വിശദീകരണം നടത്തേണ്ടത് മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? ടാറ്റ ഗ്രൂപ്പിനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ നിന്നും കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ മുഖ്യമന്ത്രി ഇത്തരം വിശദീകരണം നടത്തുമോ? ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷം കരുതലോടുകൂടി തന്നെയാണ്. സംസ്ഥാനത്തെ വികസന വിഷയത്തിൽ ഇത്തരമൊരു നിക്ഷേപ പദ്ധതി വരുന്നത് സംബന്ധിച്ച ആലോചിച്ച് മാത്രമേ പ്രതികരിക്കാനുള്ളൂ എന്നതാണ് പിണറായി വിജയൻ്റെ പ്രതികരണം. ടാറ്റ ഗ്രൂപ്പിൻ്റെ നിക്ഷേപ വാർത്തകളെ വലിയ രീതിയിലാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം സ്വീകരിച്ചത്. കേരളത്തിൽ വിഴിഞ്ഞത്തോട് ചേർന്ന് പുതിയൊരു നീക്കം കൂടി വരുന്നത് വലിയ അഭിമാന നേട്ടമായി സർക്കാരും ഉയർത്തിക്കാട്ടി. കാരണം വിഴിഞ്ഞ പദ്ധതിക്കൊപ്പം തന്നെ സമുദ്ര മിഷൻ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ പദ്ധതിയുമായി ചേർന്ന് പോകുന്നതാണ് പുതിയ പ്രഖ്യാപനവും. സ്വാഭാവികമായും ഇത് വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടിയ സർക്കാരിനും എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വിശദീകരണം നടത്തേണ്ടി വരും. എന്തായാലും ടാറ്റ ഗ്രൂപ്പ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിൽ ഇത്തരമൊരു നിക്ഷേപ പദ്ധതി ഇല്ല എന്ന് തന്നെയാണ് അവരുടെ വാദം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.